ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇടിയപ്പം വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. മസാല ഇടിയപ്പമാണ് തയ്യാറാക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിന് മതിയാകും. 2 മുട്ട, കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് ഇടിയപ്പം, 5 6 ഇടിയപ്പം. അത് വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതോ ഒന്ന് ചതച്ചതോ ഏതായാലും മതിയാകും. 1 ടേബിൾ സ്പൂണുള്ള ഇഞ്ചി അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഒരു സവാള നീളത്തിനോ ചെറിയ പീസുകളോ ആക്കി അരിഞ്ഞ് ഒരു സവാള ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞോ നീളത്തിലരിഞ്ഞോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഞാൻ ഒരു സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. സവാള ചെറിയ രീതിയിലൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കാബേജ് പോലുള്ള ബീൻസ് അതുപോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് ചെറിയ രീതിയിലൊന്ന് ചൂടായി ഒന്ന് ചെറിയ ഒരു കളർ മാറ്റം വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാനിവിടെ 2 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് പൊട്ടിച്ച് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണിനേക്കാൾ കുറച്ച്, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അടുത്തതായി അധികം പുളിപ്പില്ലാത്ത ഒരു ടൊമാറ്റോ, അതിനകത്തുള്ള ജ്യൂസൊക്കെ മാറ്റി ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതിനകത്തുള്ളതൊക്കെ വെച്ച് ചേർക്കുമ്പോൾ നല്ല പുളിപ്പായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എത്ര ഇടിയപ്പമാണോ നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത് അതിനെ ഓരോന്ന് വീതം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇടിയപ്പം ഓരോന്ന് വീതം പൊടിച്ച് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഈ സമയം ഒന്ന് കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ മസാല ഇടിയപ്പം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓണാക്കുക. അതിനടുത്ത് തന്നെ 3 ഓപ്ഷൻ വരും. ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഓണാക്കി ഇടുക. അപ്പോൾ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.